നിൽക്കുന്ന ഒരു കലാലയത്തിലാണ് ഇന്ന് ക്യാമ്പസ് ന്യൂസിനായി എത്തിയത്. പെരുമ്പാവൂരിലെ വേങ്ങൂരിലുള്ള രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ് പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ആ ക്യാമ്പസ്. പോയ വാരം രാജ്യാന്തര യോഗാ ദിനമായിരുന്നല്ലോ. അതിന്റെ ഭാഗമായി ഇന്ത്യൻ സൈക്കോളജി ആൻഡ് യോഗ എന്ന വിഷയത്തിൽ ഒരു ത്രിദിന ദേശീയ സെമിനാർ ഇവിടെ നടന്നു. ഈ സെമിനാറിനെ കുറിച്ച് അധ്യാപകർ പറയുന്നത് ഇങ്ങനെ: രാജഗിരി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായിട്ടുള്ള ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സമൂലമായിട്ടുള്ള വികസനത്തിന് വേണ്ട രീതിയിലാണ് പ്രോഗ്രാംസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജഗിരി വിശ്വജ്യോതി കോളേജും പതഞ്ജലി യോഗ റിസർച്ച് സെന്ററും സംയുക്തമായി ഇന്റർനാഷണൽ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ സൈക്കോളജി ആൻഡ് യോഗ എന്ന വിഷയത്തിൽ ത്രിദിന നാഷണൽ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിനോട് നമുക്ക് മനസ്സിലായത് ഈ സെമിനാറിന് ഒരു അക്കാദമിക്സ് പരിവേഷം മാത്രമല്ല, ഒരു സാംസ്കാരിക പരിവേഷം കൂടെ വന്നു എന്ന് നമുക്ക് തോന്നി. ഇവിടെ ഓരോ കുട്ടിയും പ്രധാനമാണ്. ഓരോ കുട്ടിക്കും അവസരങ്ങളുമുണ്ടെന്നാണ് ഫാദർ ഡിബിൻ പറയുന്നത്. ഇവിടെയുള്ള കുട്ടികൾ ആൾക്കൂട്ടത്തിൽ ഒരാളല്ല, നേരെ മറിച്ച് അവരെല്ലാവരും ദേ ആർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദം ആർ ബീങ് കൗണ്ടഡ്. നമ്മുടെ 2K കിഡ്സിന് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലുള്ള അറിവ് പരിശോധിക്കാനൊരു ചെറിയ വോക്സ് പോപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഒന്ന് താത്വികമായി അവലോകനം ചെയ്താൽ, ആര് ജയിച്ചാലും മണ്ഡലത്തില് നന്നായിട്ട് ഭരണം നടത്തണം, അത്ര എനിക്ക് പറയാനുള്ളൂ. സിനിമ നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു? സിനിമയായിട്ട് നമ്മൾ കാണണം, അല്ലെങ്കിൽ പിന്നെ അതെന്ത് അർത്ഥമുള്ളത്? ഏത് തരം സിനിമ കാണാനാണ് ഇഷ്ടം? എനിക്ക് കോമഡി ഇഷ്ടമാണ്, റോം കോം ഇഷ്ടമാണ്, ത്രില്ലർ ഇഷ്ടമാണ്, ഡ്രാമ ഇഷ്ടമാണ്. എനിക്കെല്ലാം ജോണറും ഇഷ്ടമാണ്, കുഴപ്പമില്ല. ഈ പെണ്ണ് കാണലിന് പകരം ആണ് കാണലായാലോ? കോമഡിയിലെല്ലാം കാണാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, ചെറുക്കൻ പെണ്ണിനെ കാണുന്ന എങ്ങനെ ഇരിക്കും എന്നുള്ള സീൻസ് എല്ലാം, ലൈക്ക് ചെറുക്കന്മാർ ഭയങ്കര നാണമായിട്ട്, അങ്ങനെയൊന്നും ആവശ്യമില്ല. ട്രംപിന്റെ വരവ് ലോകത്ത് പൊല്ലാപ്പുണ്ടാക്കിയിട്ടുണ്ടോ? ട്രംപിൻ്റെ ഇടപെടലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിന്നതെന്ന് അത് പറയുന്നത് തെറ്റാണ്. ലോകത്ത് സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇറാൻ ഇസ്രായേൽ യുദ്ധം പിന്നെയും തുടങ്ങും, പിന്നെ അവസാനിക്കും. ആകെ തീരുന്ന അവസാനം കുറേ പാവപ്പെട്ട ജനങ്ങളും, പൈസ ഉള്ളവർക്ക് പൈസ കൂടും, അവരുടെ അക്കൗണ്ടിൽ പിന്നെയും പൈസ കൂടിക്കൊണ്ടിരിക്കും. അതല്ലാണ്ട് പാവങ്ങൾക്ക്, നമ്മളെ സാധാരണ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗുണവും പ്രത്യേകിച്ചൊന്നുമില്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ക്യാമ്പസിലെ പച്ചപ്പങ്ങ് കണ്ണിന് കുളിരായപ്പോൾ വെറുതെ ഒന്ന് നടന്നു. അമ്പടാ, പച്ചപ്പ് മാത്രമല്ല, ഇവിടെ ഒരു മിനി മൃഗശാല കൂടിയുണ്ട്. ആട്, കോഴി, ടർക്കി കോഴി, നായ, പശു, മുയൽ, അങ്ങനെ വിദ്യാർത്ഥികളുടെ ഓമനകളായ മൃഗങ്ങൾ നിരവധി. ദേ ഒരു ഫ്രൂട്ട് ഗാർഡൻ. ഫ്രൂട്ട്സ് മാത്രമല്ല, വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു നൈസ് പാട്ട് കൂടെ. ആ പാട്ടോടെ നമ്മൾ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ, പാരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകിടാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.